2011 തെരഞ്ഞെടുപ്പ് കാലം LDF സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി. അന്നത്തെ KPCC പ്രസിഡന്റായ രമേശ് ചെന്നിത്തല കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ നടത്തുന്നു. ജാഥയുടെ സമാപന സമ്മേളനത്തിൽ ഏറെ കയ്യടി ലഭിച്ചത്, സ്വീകാര്യത ലഭിച്ചത് ഉമ്മൻചാണ്ടിക്കായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിക്കായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ പേര് വിളിക്കുമ്പോൾ അണികൾ ആരവം മുഴക്കിയതും കൈയടിച്ചതും ഇന്നും മനസ്സിലുണ്ട്. എന്തുകൊണ്ടാണ് അത് ഇപ്പോൾ പറയുന്നത് എന്നല്ലേ? VD സതീശൻ നയിച്ച പുതുയുഗ യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചു. പുത്തരിക്കണ്ടം മൈതാനിയിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി വേദിയിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ വിളിക്കുകയാണ്. KC വേണുഗോപാലിൻ്റെ പേരാണ് ആദ്യം പരാമർശിക്കുന്നത്. വേദിയിലിരിക്കുന്ന ആളുകളുടെ പേരുകൾ പറഞ്ഞതിന് ശേഷമാണ് പ്രസംഗത്തിലേക്ക് കടക്കുക. അതുകൊണ്ട് ഏറ്റവും മുതിർന്ന നേതാവ്, വേദിയിലിരിക്കുന്ന മുതിർന്ന നേതാവ് എന്ന നിലയിൽ KC വേണുഗോപാലിൻ്റെ പേരാണ് ആദ്യം വിളിച്ചത്. അതിനുശേഷം സണ്ണി ജോസഫ്, അതിനുശേഷം VD സതീശൻ, അതിനുശേഷം സാദിഖ് അലി തങ്ങൾ, അതിനുശേഷം രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയുടെ പേര് വിളിച്ച ഘട്ടത്തിൽ ആരവം മുഴങ്ങുന്നത് നേരത്തെ 2011 ഉമ്മൻചാണ്ടിയുടെ പേര് വിളിച്ചപ്പോൾ മുഴങ്ങിയ ആരവത്തിന് സമാനമാണ്. കാണുക ആ ദൃശ്യങ്ങൾ. KC വേണുഗോപാൽ ജി, സണ്ണി ജോസഫ് ജി, VD സതീശൻ ജി, സാദിഖ് അലി ശിഹാബ് തങ്കൽ ജി, രമേശ് ചെന്നിത്തല ജി, അദൂർ പ്രകാശ് ജി. രാഹുൽ ഗാന്ധി പേര് പരാമർശിക്കുമ്പോൾ മാത്രമല്ല ജനങ്ങൾ കൈയടിച്ചതും മുദ്രാവാക്യം വിളിച്ചതും. സ്വാഗത പ്രസംഗം മുതൽ തുടങ്ങിയതാണ് രമേശ് ചെന്നിത്തലയെ ആഹ്ലാദത്തോടെ സ്വീകരിക്കുന്ന അണികൾ. പുത്തരിക്കണ്ടം മൈതാനം ഇളകി മറയുന്ന ആരവമായിരുന്നു ഉയർന്നത്. മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള നമ്മുടെ എല്ലാം ഓമനയായ രമേശ് ചെന്നിത്തലയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് രമേശ് ചെന്നിത്തലയെ പ്രസംഗിക്കാൻ ക്ഷണിക്കുന്ന ഘട്ടത്തിലും ഇതേ ആരവം നാം കണ്ടു. ഒരു സൂചന, കൃത്യം അടയാളപ്പെടുത്തൽ അവിടെ ഉണ്ടാകുന്നുണ്ട്. ആരായിരിക്കണം UDFനെ നയിക്കേണ്ടത് എന്നതിൻ്റെ സൂചന രമേശ് ചെന്നിത്തലയെ പ്രസംഗിക്കാൻ വിളിച്ചപ്പോഴുള്ള ദൃശ്യങ്ങൾ കൂടി കാണാം. ബഹുമാനനായ ശ്രീ രമേശ് ചെന്നിത്തല, യോഗത്തിന്റെ അധ്യക്ഷൻ, പ്രിയങ്കരനായ ഈ ജാഥയുടെ നായകൻ ശ്രീ VD സതീശൻ, ജനാധിപത്യ ഭാരതത്തിന്റെ പ്രിയങ്കരനായ നേതാവ്, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിജി. കേരളത്തിലെ കോൺഗ്രസിനകത്ത് UDFനകത്ത് വലിയ ചർച്ച നടക്കുന്നുണ്ട്. ആരായിരിക്കണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ. KC വേണുഗോപാലിൻ്റെ പേര് ഉയർന്നു കേട്ടിരുന്നു ഇടക്കാലത്ത്. അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിക്കുന്നു എന്ന വാർത്ത പോലും വന്നിരുന്നു. എന്നാൽ KC വേണുഗോപാൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, ഞാൻ മത്സരിക്കുന്നില്ല എന്ന്. അത്തരം വാർത്തകൾ പൂർണ്ണമായും അദ്ദേഹം തള്ളിക്കളഞ്ഞു. പിന്നീട് ആര്? പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്നാൽ കോൺഗ്രസിനകത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവ് രമേശ് ചെന്നിത്തലയാണ് എന്നും രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടണം എന്നുമാണ്. എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടേണ്ട കാര്യമില്ല, ജയിക്കട്ടെ, അതിനുശേഷം ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്ന്. രമേശ് ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി സ്ഥാനം കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടതാണ് എന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയോളം അനുഭവങ്ങളുള്ള നേതാവ് ഇന്ന് കോൺഗ്രസിലില്ല. എല്ലാ ഘടകകക്ഷികളെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവ്, അതേപോലെ തന്നെ വിവിധ സമുദായ സംഘടനകളുമായി നല്ല അടുപ്പം പുലർത്തുന്ന നേതാവ് എന്നീ നിലകളിലെല്ലാം UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണം എന്ന ചോദ്യത്തിന് മുന്നിൽ എപ്പോഴുമുണ്ട് രമേശ് ചെന്നിത്തല. ആ ആരവമാണ് കോൺഗ്രസിന്റെ അണികൾ അത് ഏറ്റെടുത്ത ആരവമാണ് നാം കണ്ടത് പുത്തരിക്കണ്ടം മൈതാനത്തിൽ.